എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹംസാസിന്ന് ഒരു BDF കൂടി മേടിച്ചിട്ടാണ് ഫോണെ ഈ പണ്ടത്തെ RX പോകണം. നമ്മളൊരു അടിപൊളി ഇഫ്താർ കൂടാൻ വേണ്ടിയിട്ട് ഹംസാസ് നാടെങ്കിലും വന്നേക്കണം. അതിൽ ഡേറ്റ്സ് ഉണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ലൈം ഉണ്ട്, തരിക്കഞ്ഞ ഉണ്ട്, ഇറച്ചിപ്പത്തിരിക്ക് വരെ നമുക്ക് സമൂഹം കിട്ടിയത്. പിന്നെ ഫത്തൂഷ് സാലഡ് ഉണ്ട്, ഗ്രിൽഡ് പ്ലാറ്റർ. അതിൽ പറഞ്ഞത് ക്ലാസിക് അൽഫാം ഉണ്ട്, ഗ്രീൻ പെപ്പർ അൽഫാം ഉണ്ട്, വയനാടൻ ചിക്കൻ ടിക്ക ഉണ്ട്, തന്തൂരി ചിക്കൻ ഉണ്ട്, പിന്നെ ഗ്രിൽഡ് വെജ് ഉണ്ട്, പിന്നെ ഫിഷ് 65 ഉണ്ട്, BDF ഉണ്ട്, അറബിക് റൈസ് ഉണ്ട്, ഡിപ്സ് ഉണ്ട്, ഗ്രേവി ഉണ്ട്, പിന്നെ ചിക്കൻ എരിമധുരം ഉണ്ട്, പത്തിരി ഉണ്ട്, റുമാൽ റൊട്ടി ഉണ്ട്, ബീഫ് സ്റ്റൂ ഉണ്ട്. അപ്പൊ ഇത്ര ഐറ്റംസ് പറഞ്ഞ ഈ പ്ലാറ്റർ 3-4 കഴിക്കാം. പാൻ കൊടുക്കണം, വേഗം കഴിക്കാം. നോമ്പറതാ ഈന്തപ്പഴ കൂടി, ഫ്രഷ് ലൈം. ഫ്രഷ് ലൈമും അതിലടിപൊളി. സമൂസ മഹല്ലിന്ന് പുറത്താക്ക്. സമൂസ കഴിച്ചാ ചൂട് സമൂസ. അതിന്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇവിടുത്തെ പ്രോൺസിന്റെ ഐറ്റംസ് അടിപൊളിയായിട്ട് 2 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. പ്രോൺസ് തേങ്ങാപ്പാലും പ്രോൺസ് തത്തമ്മ ല്ലേ ഇപ്പൊ കഴിച്ചോടാ. ഒരു പുളിപ്പൊരു എരിവോട് കൂടിയ ടേസ്റ്റ് ഉണ്ടാവും. തത്തമ്മയുടെ ഇറച്ചിയ ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ പ്രോൺസ് കണ്ട ജസ്റ്റ് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുള്ളതാണ് തോന്നണത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോ ശരിക്ക് പ്രോൺസിന്റെ ആ ഫ്ലേവർ കിട്ടും. സോറി ഗൈസ്, ചെമ്മീൻ കണ്ടപ്പോ നമ്മൾ വഴി തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിരിക്കണം കട്ട് ഫുഡിലേക്കും. സിമ്പിൾ, മധുരം കുറവാട്ടോ. ആദ്യം തന്നെ 2 പത്തിരി എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് അതിന്റെ മുകളിലേക്ക് ബീഫ് സ്റ്റൂണ് തട്ടിക്കൊണ്ടിരിക്കണം കേട്ടാ. നല്ല തിക്ക് ഗ്രേവി അല്ലേ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ കുട്ട സ്റ്റൂക്കിടില്ല. എന്നാ സ്റ്റൂണ് മോനെ, സ്റ്റൂ പൊടി. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ക്ലാസിക് അൽഫാം. ഇത് ഇവിടുത്തെ കാന്താരി BDF ഇട്ടാ. മുമ്പ് വന്ന് കഴിച്ചിട്ട് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടായിട്ടുള്ളൂ. പിന്നെ ഫിഷ് 65 ഞാനിത് വേറെ എവിടെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കണം. അത് കഴിഞ്ഞപ്പോൾ സേഫ് റുമാൽ റൊട്ടിന്ന് ഒരു കഷ്ണം കീറിയെടുത്തിട്ട് എരിമധുരം ചിക്കൻ ഒരു കഷ്ണം നുള്ളിയിട്ട് അതും കഴിച്ച് നദീമായ അറബിക് റൈസിന്റെ കൂടെ വയനാടൻ ചിക്കൻ ടിക്കൻ കൂട്ടി അതും കഴിച്ച്. രണ്ടും ഒരു ഡീസന്റ് ആയിട്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഡിഷസിന്റെ ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ റൈഡറുടെ ഊഴായിരുന്നു. എന്നാ ആയിട്ടാടാവേ. അങ്ങനെ പ്ലാറ്ററിന്റെ കാര്യത്തിൽ തീരുമാനമായപ്പോൾ നമ്മൾ ഹംസാസിന്റെ തൊട്ടടുത്തുള്ള അവരുടെ തന്നെ ഇസ്ഗാര കഫേ ആൻഡ് ഷീഷയിലാണ് പോയി. ഒരു പ്രീമിയം സെറ്റപ്പ് ഷീഷ ലോഞ്ചിട്ടാ. നല്ല നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. അതുകൊണ്ട് തന്നെ ആ ശീശയും വലിച്ച് അവിടെ ഇരുന്നപ്പോൾ നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹംസാസിന്ന് ഒരു BDF കൂടി മേടിച്ചിട്ടാണ് നമ്മൾ വിട പറഞ്ഞത്. ഇതൊരു കട്ടനും മാത്രം മതി. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ എറണാകുളം പാലാരിവട്ടം കഴിഞ്ഞിട്ടുള്ള വെണ്ണല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫ്രണ്ട്സിനായിട്ടോ ഫാമിലിയായിട്ടോ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.